നമസ്കാരം. വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ 9ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഭൂതരായർ എന്ന തൻ്റെ സാഹിത്യകൃതി സിനിമയാക്കാൻ അപ്പൻ തമ്പുരാൻ തീരുമാനിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം തന്നെ അതിൻ്റെ തിരക്കഥ എഴുതി. തിരക്കഥ മാത്രമല്ല, കഥാപാത്രങ്ങളുടെ വേഷവിധാനത്തെക്കുറിച്ചും ലൊക്കേഷനുകളെക്കുറിച്ചും വിശദമായ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. അതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് സ്ക്രിപ്റ്റും രേഖാചിത്രങ്ങളും തയ്യാറാക്കിയത് റേയും അരവിന്ദനും ഒക്കെ. അപ്പോൾ ആദ്യമേ തന്നെ ഈ പറയുന്ന അപ്പൻ തമ്പുരാൻ ഇത്തരം രേഖാചിത്രം തയ്യാറാക്കിയ ആളാണ്. അതുമാത്രമല്ല, തൻ്റെ ചിത്രത്തിനായി അദ്ദേഹം ഒരു ചലച്ചിത്ര കമ്പനി തുടങ്ങി. ആ കമ്പനിയുടെ പേരാണ് കേരള സിനി ടോൺ. ഈ കമ്പനിയും തുടങ്ങി. അതിനുശേഷം അദ്ദേഹം ആൾക്കാരെ ക്ഷണിക്കാൻ തുടങ്ങി, അഭിനയിക്കാൻ ആളുകളെ ആവശ്യമുണ്ടെന്നും അതിന് തയ്യാറായവർ വരണമെന്നും പറഞ്ഞിട്ട് പത്രപരസ്യം നൽകി. പരസ്യം അനുസരിച്ച് ഒട്ടേറെ പേർ വന്നു. അന്ന് വന്നവരാണ് തിക്കുറിശി, എസ് പി പിള്ള, പ്രേംജി, MS നമ്പൂതിരി, M കമലം, നെട്ടൂർ ലക്ഷ്മി തുടങ്ങിയ കുറേ ആളുകൾ ഈ പത്രപരസ്യം കൊണ്ട് എത്തി. സംവിധായകനായി തീരുമാനിച്ചത് ബാലനിലെ സംവിധായകനായ നൊട്ടാണിയെ തന്നെയാണ്. നൊട്ടാണിക്ക് പക്ഷെ മലയാളം അറിയില്ല. അതുകൊണ്ട് സ്ക്രിപ്റ്റ് ഇംഗ്ലീഷിലും എഴുതി അപ്പൻ തമ്പുരാൻ. എന്നിട്ട് നൊട്ടാണിയെ തൃശ്ശൂരുള്ള ഒരു ബംഗ്ലാവിലേക്ക് മാറ്റി. അയ്യന്തോളിലൊരു ബംഗ്ലാവ് എടുത്താണ് മാറ്റിയത്. അവിടെ താമസിപ്പിച്ചുകൊണ്ടാണ് ബാക്കി റിഹേഴ്സലും കാര്യങ്ങൾക്കും വേണ്ടി, അല്ലെങ്കിൽ സംവിധാനത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അവിടെ പാർപ്പിച്ചു. ഇതിന് പണം മുടക്കാനായി ഒട്ടേറെ പേർ രംഗത്ത് വന്നെങ്കിലും പിന്നീട് ഓരോരുത്തരായി പിൻവാങ്ങാൻ തുടങ്ങി. കൊച്ചി രാജകുടുംബം ഇതിന് പണം മുടക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും അവിടെ എത്തിയത് തിരുപ്പൂരുകാരൻ ഒരു സേട്ടായിരുന്നു. സേട്ടും അവസാനം തൻ്റെ താല്പര്യം പിൻവലിച്ചു, പണം മുടക്കാൻ തയ്യാറായില്ല. അപ്പൻ തമ്പുരാൻ നിരാശിതനായി. അങ്ങനെ ഭൂതരായർ മുടങ്ങി. ഭൂതരായരുടെ കഥ അവിടെ നിൽക്കട്ടെ. നമ്മൾ സ്ക്രിപ്റ്റിനെക്കുറിച്ചും വൺലൈനിനെക്കുറിച്ചുമാണ് പറഞ്ഞത്. സ്ക്രിപ്റ്റിൽ കഥാപാത്ര സൃഷ്ടിയാണ് പ്രധാനപ്പെട്ടത്. തിരക്കഥയിൽ ഓരോ കഥാപാത്രത്തിനും പറയാൻ ഉദ്ദേശിക്കുന്ന കഥയുടെ അസ്തിത്വത്തിൽ ഒരു മുഴുവൻ സമയ ആത്മീയത, അതായത് ഇൻവോൾവ്മെൻറ്റ്, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഒരു കഥാപാത്രം പോലും കഥയിൽ അനാവശ്യമായി മുഴച്ചു നിൽക്കരുത്. ഒരു സീനിൽ മാത്രം വന്നു പോകുന്ന ആളാണെങ്കിൽ പോലും അയാൾ പ്രസക്തിയുള്ള ആളായിരിക്കണം. കഥയിൽ അയാൾക്കൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം. അഥവാ അയാളുടെ സാന്നിധ്യം നിലനിൽക്കുന്നതായിരിക്കണം, ഓർമ്മയിൽ രേഖപ്പെടുത്തുന്നതായിരിക്കണം, അടയാളപ്പെടുത്തുന്നതായിരിക്കണം. ആ സീനിൽ വരാൻ കാരണം കൃത്യമായും വ്യക്തമായും യുക്തിഭദ്രമായും ഉണ്ടായിരിക്കണം. അനാവശ്യമായി ഒരു കഥാപാത്രം പോലും കടന്നു വരരുത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കഥാപാത്രത്തിൻ്റെ മനോനിലകൾ, ഉദ്ദേശം, ഇതൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ നന്നായി മനസ്സിലാക്കിയിരിക്കണം. സീൻ എഴുതുമ്പോൾ, സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം സ്ക്രിപ്റ്റിലേക്ക് കടക്കാൻ. ഓരോ സംഭവങ്ങളും കഥാപാത്രങ്ങളും കഥയുടെ സമ്പൂർണതയിൽ അഥവാ ടോട്ടാലിറ്റിയിൽ മുഴുകിച്ചേർന്നിരിക്കണം. ഒരു സംഭവം നമ്മൾ പറയുകയാണെങ്കിൽ അതിലെ കഥാപാത്രങ്ങളെ കഥയുടെ സമ്പൂർണതയുമായിട്ട് മുഴുകിയതായിരിക്കണം. മാറിട്ട് നിൽക്കരുത്, ജമ്പ് ഉണ്ടാവരുത്, അല്ലെങ്കിൽ പാർശ്വവൽക്കരിച്ചു പോകരുത്. അപ്പോഴൊക്കെ അത് അനാവശ്യമായി തോന്നിയേക്കാം. ഓരോ സ്ക്രിപ്റ്റിനും അത്യന്തം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരട്, ഒരു ത്രെഡ് ഉണ്ടായിരിക്കണം. ഇതാണ് മുഖ്യ ആശയം. ആശയവുമായി ബന്ധപ്പെട്ടൊരു ത്രെഡ്, ഒരു ചരടാണ് ഓരോ കഥാപാത്രത്തെയും ബന്ധിപ്പിച്ച് പോകുന്നത്. നമ്മൾ ഓരോ സിനിമയും എടുത്തു നോക്കിപ്പോകും, അതിലങ്ങനെയാണ്. ഓരോ കഥാപാത്രങ്ങളെയും ബന്ധിപ്പിച്ച് പോകുന്ന ഒരു ചരട് കാണാൻ കഴിയും. നമുക്ക് പല സിനിമകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞതോളം പറഞ്ഞു. ഇക്കാര്യത്തിൽ നാം പശ്ചാത്തലത്തെ കൂടി കഥാപാത്രമാക്കി മാറ്റുന്ന ഒരു മലയാളത്തെ സിനിമയുണ്ട്. പല സിനിമകളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സിനിമയാണ് ശ്യാമപ്രസാദിൻ്റെ അകലെ എന്ന സിനിമ. സിനിമയെ സമ്പൂർണ്ണ കലാസൃഷ്ടി എന്ന നിലയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണിത്. അങ്ങനെയാണ് നമുക്കിതിനെ കാണാൻ കഴിയുക. ഒരു കലാകാരൻ്റെ ജീവിതം എന്നും തീപിടിച്ചതാണ്. പൊതുസമൂഹം അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒന്നാണ്. അയാൾ പൊതുസമൂഹത്തോട് പെരുമാറുന്നത് മറ്റൊന്നുമായിരിക്കും. അകലയിലെ നീലിന് അമ്മയുടെ സ്നേഹം പോലും ഭാരമാണ്. അമ്മയുടെ സ്നേഹം ബാധ്യതയാണ് ആ കഥാപാത്രത്തിന്. അമ്മയുടെ ശാസനയാണെങ്കിലോ വീർപ്പുമുട്ടിക്കലാണ് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത്, അല്ലാതെ മറ്റൊന്നല്ല അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത്. കുടുംബമെന്ന അധികാര ഘടനയിൽ ഒതുങ്ങിക്കൂടാൻ
കഴിയാത്ത നീലിന് സംഘർഷത്തിൻ്റെ വേനലുകളിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നു. ആത്മസംഘർഷത്തിൻ്റെ വേനലിലൂടെയാണ് അതിലെ മുഖ്യ കഥാപാത്രമായ നീല് യാത്ര ചെയ്യുന്നത്. ഒരു കലാകാരൻ്റെ ആത്മസംഘർഷം, യാഥാർത്ഥ്യത്തിൻ്റെ ഒരു വശം, മറ്റിടത്ത് തൻ്റെ കലയുടെ അല്ലെങ്കിൽ തൻ്റെ പ്രതീക്ഷയുടെ, തൻ്റെ ആത്മനൊമ്പരങ്ങളുടെ മറുവശം. ഈ രണ്ട് വശത്തിലൂടെ ചാഞ്ചാടി പോവേണ്ടി വരികയാണ്. തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു പോയെങ്കിലും നീലിൻ്റെ അമ്മ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയാണ്. അവർക്കെപ്പോഴും ഭർത്താവിനോട് സ്നേഹമുണ്ട്. അതുമാത്രമല്ല, കൈവിട്ടുപോയ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തങ്ങളും ആ സ്ഥാനത്ത് നീലിനെ പ്രതിഷ്ഠിക്കുക കൂടി ചെയ്യുക. ആ ഉത്തരവാദിത്വം ചെയ്യാനായി നീലിനെ പ്രതിഷ്ഠിക്കുക കൂടി ഈ അമ്മ ചെയ്യാറുണ്ട്. ഇതൊക്കെ നീലിനെ സംബന്ധിച്ച് അരോചകമാണ്. നീലും കൂട്ടുകാരൻ ഫ്രെഡിയും തമ്മിൽ സംസാരിക്കുന്നത് ഒരു കടൽപ്പാലത്തിന് മീതെ നിന്നും നടന്നുമൊക്കെയാണ്. നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ക്രിപ്റ്റിൽ അത് മനോഹരമായി യോജിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. ഒരു കടൽപ്പാലത്തിൻ്റെ മേളിൽ നിന്ന് സുഹൃത്തുമായി സംസാരിക്കുന്നു, നടന്ന് ഒക്കെ. ഈ സമയത്ത് കടലിരമ്പം പശ്ചാത്തല സംഗീതമായിട്ട് വരുന്നുണ്ട്. ഇത് കഥാപാത്രങ്ങളുടെ മനസംഘർഷത്തിൻ്റെ സിമ്പലാണ്. ആ സംഘർഷത്തിൻ്റെ സിമ്പലാക്കിക്കൊണ്ട് ഈ ഇരമ്പലിനെ കൊണ്ടുവരാൻ സംവിധായകന് വളരെ മനോഹരമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കടലും ജീവിതമെന്ന കടലും ഇവിടെ സമന്വയിക്കുകയാണ്. സംസാര സാഗരം എന്നൊക്കെ പറയുന്നത് പോലെ ജീവിതമെന്ന കടലും കൂടി സമന്വയിക്കുന്നതും ഈ കലാസൃഷ്ടിയുടെ പ്രത്യേകതയായി നമുക്ക് കണക്കാക്കാം. നോക്കൂ, പശ്ചാത്തലം പോലും കഥാപാത്രം, കഥയുള്ള ഭൂമികയും മനോവ്യാപാരങ്ങളുള്ള സിമ്പലുകളും ഒരുക്കുന്നത് എന്തൊക്കെയാണ്. പശ്ചാത്തലം പോലും കഥാപാത്രമാവുകയാണ്. കഥയ്ക്കുള്ള ഭൂമിയാകുന്നതോ മനോവ്യാപാരങ്ങൾക്കുള്ള സിമ്പലുകളാകുന്നതോ അതും പശ്ചാത്തലമാണ്. എത്ര മനോഹരമായിട്ടാണ് ഇത് യോജിപ്പിച്ചിരിക്കുന്നത് എന്ന് സ്ക്രിപ്റ്റ് എഴുതുന്ന നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. സ്ക്രിപ്റ്റിൻ്റെ രീതി പഠിക്കാൻ ഇത്തരം സിനിമകളും ഈ സിനിമയും നമുക്ക് ഉപകരിക്കും. വേദന നിറഞ്ഞ ഏകാന്തതയും മൂകതയും സൃഷ്ടിച്ചുകൊണ്ട് അകലെ എന്ന സിനിമ അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ചിലതെല്ലാം പൂരിപ്പിക്കാനുണ്ടാവും. തന്നിൽ നിന്ന് മാറി നടക്കുന്ന അസ്തിത്വത്തിൻ്റെ കഠിന വ്യസനങ്ങളെയും ഈ സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്നു, സന്നിവേശിപ്പിക്കുന്നു. പശ്ചാത്തലം നമുക്ക് കഥാപാത്രമായി വരാം. അത് നമ്മുടെ കഥയ്ക്ക് അനുരൂപം മാത്രമല്ല, എത്രമാത്രം മുന്നോട്ട് നയിക്കാൻ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ അതെങ്ങനെ സമന്വയിപ്പിക്കാം എന്നുകൂടി നാം സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ മനസ്സിലാക്കണം. നാം സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പറഞ്ഞ ഒന്ന് കഥാപാത്രത്തെക്കുറിച്ചാണ്. അനാവശ്യമായ കഥാപാത്രം കടന്നു വരരുത്. ഒരു സീനിൽ ഒരു തവണ വരുന്ന ഒരു ഡയലോഗ് മാത്രമുള്ള, അല്ലെങ്കിൽ ഡയലോഗ് ഇല്ലാത്ത പോലും കഥാപാത്രത്തിന് എന്തെങ്കിലും രേഖപ്പെടുത്താനുണ്ടാവണം. കഥയിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവണം. കഥയിലെ ഒരു കണ്ണിയായിരിക്കണം. ഓരോ കഥാപാത്രത്തെയും ആശയം കൊണ്ട് ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആശയത്തോട് ബന്ധം പുലർത്തുന്ന കഥാപാത്രങ്ങളായി കണ്ടിന്യൂ ചെയ്യിക്കാൻ ഒരു ത്രെഡ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ മുഴച്ചു നിൽക്കരുത് എന്നും നമ്മൾ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുക, അതിന് ഏതൊക്കെ സിനിമയെയാണ് നമുക്ക് ആശ്രയിക്കാൻ കഴിയുക, എന്നിട്ട് നമുക്കിനി സ്ക്രിപ്റ്റ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അതിൻ്റെ എഴുത്തിൻ്റെ രീതി എന്താണ്, അത് പ്രായോഗികമാക്കുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് അടുത്ത ഭാഗത്തിൽ സംസാരിക്കാം.